ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് മണ്ടയാണ് ആണ്. തരി വെച്ചിട്ടുള്ള മണ്ടൻ്റെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ പൊടി ഒന്ന് കുഴച്ച് വെക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ചെറുങ്ങനെ ഒന്ന് കട്ടിക്ക് അങ്ങനെ കുഴക്കാം. അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കാണ്ട് നിൽക്കുക. അപ്പോൾ ഇതാ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തൊരു 15 മിനിറ്റ് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ആ ഒരു സമയത്തിലേക്ക് നമുക്കിതാ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ 2 പീസ് പട്ട ചേർത്ത് കൊടുക്കാം. 3 കറാമ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പൊടിഞ്ഞ് കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതായത് നമ്മൾ കുറച്ച് നാൾ ഈ റെസിപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വെച്ച പഞ്ചസാരയിൽ നിന്ന് കുറച്ചൊന്ന് ചേർക്കുന്നുണ്ട്. അതായത് അരക്കപ്പ് പഞ്ചസാരയിൽ നിന്ന് കുറച്ച് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് ഒന്നിച്ചിട്ട് അത് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. പിന്നെ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തരി എന്ന് പറഞ്ഞാൽ റവ. ഈ തരി ഒന്ന് നമുക്ക് വറുത്തിട്ടെടുക്കാം. അങ്ങനെ വല്ലാണ്ട് കളർ ചേഞ്ച് ആക്കി എടുക്കണ്ട. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതാ തരി വറുത്തെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ആ സെയിം പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ RKG വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ കാഷ്യൂം കിസ്മിസും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് മാറ്റി വെച്ച തരിയാണ്. അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇതിപ്പോൾ അരക്കപ്പ് പഞ്ചസാര ഞാൻ ടോട്ടൽ എടുത്തിട്ടുള്ളത്. അരക്കപ്പിന്ന് കുറച്ചെടുത്തിട്ടാണ് നേരത്തെ ഏലക്കായും കറാമ്പെല്ലാം പൊടിച്ചെടുത്തത്. ബാക്കിയുള്ള പഞ്ചസാര ഈ ഒരു സമയത്ത് തരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു ഏലക്കായൻ്റെ കറാമ്പിൻ്റെ ആ ഒരു മിക്സ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂവും കിസ്മിസെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ നെയ്യോട് കൂടി തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് മധുരം ചെക്ക് ചെയ്തിട്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ചേർക്കുന്നില്ല. ഞാനിപ്പോൾ അരക്കപ്പ് പഞ്ചസാരയായിട്ടാണ് ചേർത്തത്. അത് എനിക്ക് കറക്റ്റ് അളവേനും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ മണ്ടയിലേക്ക് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കി കൊടുക്കാം. നമുക്കങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. മൊത്തം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. അതിനുവേണ്ടി ഞാനിതാ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്തു വെച്ച ബോൾസ് എല്ലാം ഈ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല നേരിയ രീതിയിൽ പരത്താൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല നേരിയ രീതിയിൽ പരത്തിയെടുത്താൽ മാത്രമേ നമുക്ക് നേരിയ ഷീറ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ പരത്തിയെടുത്ത ശേഷം ഞാൻ 4 സൈഡിൽ നിന്നും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്വയർ ആയിട്ടൊന്ന് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ വല്ലാണ്ട് ചപ്പാത്തി ചൂടുന്ന പോലെ ചുട്ടെടുക്കരുത്. ചെറുതായിട്ടൊന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഞാനത് എടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ചപ്പാത്തി ചൂടുന്ന പോലെ ചുട്ടെടുക്കരുത്. അപ്പോൾ പിന്നെ റെഡിയായി കിട്ടൂല. അപ്പോൾ ഇതാ അത് എടുത്തിട്ട് ഞാൻ അത് 2 പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ സമൂസക്കെല്ലാം മടക്കുന്ന പോലെ ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം. ഇത് മടക്കുന്ന സമയത്ത്
ഗ്യാപ്പ് വരാണ്ട് നോക്കണം. അതായത് ആ അറ്റത്ത് കോണിൽ ഗ്യാപ്പ് വരാണ്ട് നോക്കണം. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടുന്ന ആ ഫില്ലിംഗ് എല്ലാം അതിന് ഉള്ളിൽ കൂടെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പ് വരാണ്ട് നോക്കണം. പിന്നെ ഇതാ ഞാൻ മൈദ കുറച്ചൊന്ന് ഒട്ടിക്കാൻ വേണ്ടി കലക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു രീതിയിൽ വീഡിയോ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷീറ്റ് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കാം. അതായത് ഇത് മടക്കി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലൂസിൽ നിൽക്കാൻ പാടില്ല, കട്ടിയിൽ അങ്ങനെ നിൽക്കണം. ഫുള്ള് ഫില്ലിങ് ഫുള്ളായിരിക്കണം അതിൽ, അങ്ങനെ നിൽക്കണം. പക്ഷെ മടക്കി എടുക്കേണ്ട ഗ്യാപ്പ് അവിടെ വെക്കണം. ഈ ഒരു രീതിയിൽ 1/4 ഭാഗത്തോളം ഫില്ലിങ് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ ആ ബാക്കിയുള്ള ആ സൈഡിൽ മൈദൻ്റെ ആ ഒരു ഇത് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ മടക്കിയെടുക്കാം. ബാലൻസ് വരുന്ന ഭാഗം അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് മടക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായ ശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത ആ മണ്ടയെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഓയിൽ വല്ലാണ്ട് അങ്ങ് ഓവറായിട്ട് അങ്ങനെ ചൂടാക്കരുത്. ഒരു മീഡിയം ചൂടിൽ വരുന്ന സമയത്ത് തന്നെ മണ്ട ഇട്ട് കൊടുക്കണം. കാരണം വല്ലാണ്ട് അങ്ങ് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭയങ്കരമായിട്ട് അങ്ങ് കരിഞ്ഞു പോയിട്ട ഉടനെ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ചൂട് വരുന്ന സമയത്ത് ഈ മണ്ട അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ 1-2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടിട്ട് അങ്ങനെ ആക്കിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളറാകുമ്പോൾ നമുക്കിത് എടുത്തു മാറ്റാം. ഇത് നമ്മൾ സാധാരണ ഈ മണ്ട പൊട്ടിച്ചിട്ട് ആക്കിയെടുത്ത ശേഷം പൊട്ടിച്ചിട്ട് പഴവും കൂട്ടി കുഴച്ചിട്ടാണ് കഴിക്കാൻ. നമ്മൾ നേന്ത്രപ്പഴം കൂട്ടി കുഴച്ചിട്ട് അങ്ങനെ കഴിക്കൽ. ഇത് കുറച്ച് ഹാർഡായിട്ട് ഉണ്ടാവാൻ, അങ്ങനെ ഓവറായിട്ട് ഹാർഡല്ല, ചെറിയ ഒരു ഹാർഡ് ഉണ്ടാവും മേലെ. അത് നല്ലോണം ഒന്ന് പൊട്ടിച്ചിട്ട് അങ്ങനെ കൂട്ടി കുഴച്ച് അങ്ങനെ കഴിക്കും. എല്ലാവരും അങ്ങനെ തന്നെയാണോ എന്നറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കഴിക്കല്. അപ്പോൾ നമ്മളെ മണ്ട റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.